മുരളി, ഞാനിപ്പോ എന്താ പറയുക? ആന്റി കൂടുതലൊന്നും പറയണ്ട. ഈ തുക സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അത്ര തന്നെ. എന്നാലും മാളു, ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ വീട്ടിൽ തീർക്കാം? അതൊക്കെ മനസ്സ് വെച്ചാൽ ആർക്കായാലും വീട്ടിൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ വല്ലവരുടെയും പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്താൻ നിന്നാ അതൊരു സൗകര്യമാക്കി എടുക്കുന്ന ചിലരുണ്ട്. ഏതായാലും ഗീത അതുപോലെ ചെയ്യില്ലെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഇവർക്ക് തരാൻ തോന്നിയത്. ആ ഒരു ബോധം ഗീതയ്ക്കുണ്ടായിരുന്നാ മതി. ഇത് വേണ്ട മുരളി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം, അപ്പൊ സഹായിച്ചാ മതി. ആവശ്യമുണ്ടെങ്കിൽ ഗീതേച്ചിക്ക് ഇനിയും ചോദിക്കാം. സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കരുതി ഇത് തിരിച്ചു തരാൻ നിൽക്കണ്ട. ഇത് ഞങ്ങളുടെ മാത്രമല്ല, ദാ ഇവളുടെയും കൂടെ ആഗ്രഹ. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറയരുത്. ശരി, ഇത് ഇവളുടെ വക സർപ്രൈസ് അല്ലേ, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ മുരളി, കുറേശ്ശെ ഞാൻ തന്നു തീർത്തോളാം. ആയിക്കോട്ടെ, ധൃതിയില്ല. ദേ, ഡീലിങ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ആയിക്കോളണം. ഞങ്ങൾ വെറുതെ ഇതിൽ വലിച്ചഴിക്കരുത്. എന്താ ആന്റി ഇത്? ഞങ്ങൾ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ അത് സ്വീകരിക്കുന്നത്? ഗീതേച്ചിയുടെ ഈ പുതിയ സംരംഭത്തിന് ഞങ്ങളെ കൊണ്ട് ഇത്രയെങ്കിലും സഹായിക്കാനായല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങള്. അതിങ്ങനെ നന്ദി പറഞ്ഞ് നിഷേധിക്കില്ല കേട്ടോ, ഞങ്ങക്ക് സങ്കടാവും. എനിക്കറിയാം അശ്വതി, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒറ്റ നിബന്ധന എനിക്കുള്ളൂ, എപ്പോഴെങ്കിലും ഈ കാശ് ഞാൻ തിരികെ തരുമ്പോ അന്നേരം അത് വേണ്ടെന്ന് പറയരുത്. അത് അന്നേരമല്ലേ, ഇപ്പൊ തൽക്കാലം ആവശ്യങ്ങൾ നടക്കട്ടെ. അല്ല, ബിൽഡിങ്ങിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തോ? ആദ്യം അതൊക്കെ നടക്കട്ടെ. എന്നാലും നിന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു മോളെ. ഞാൻ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞതായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് എല്ലാവരും കൂടെ നടത്തി തരുമെന്ന് വിചാരിച്ചില്ല. അതൊക്കെ അതിന്റെ സമയമാകുമ്പോ നടക്കും ആന്റി. ഇതൊരു നിമിത്തമായിട്ട് കൂട്ടിയാ മതി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇരുന്നാ ഞാൻ വല്ലാതെ ഇമോഷണലായി പോവും. അശ്വതി, മോളെ, മുരളി. ശരി ആന്റി, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. അതെ, ഇപ്പൊ ഇത് സ്വീകരിച്ചു എന്ന് കരുതി ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഇല്ല. ശരി. അതെ, എത്ര രൂപയുടെ ചെക്കാ കൊടുത്തേ? അതിനും വേണ്ടിയൊന്നുമില്ല മുത്തശ്ശി. എന്നാലും ഒരു കണക്ക് വേണമല്ലോ. എത്ര രൂപയാ അശ്വതി കൊടുത്തത്? 5 ലക്ഷം രൂപ. ഈശ്വര ഭഗവാനെ, 5 ലക്ഷം രൂപയോ? ഓ, എന്നാലും അത് ഇത്തിരി കടന്നുപോയി മുരളി. അത്രയൊക്കെ കൊടുത്ത് സഹായിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? സാരമില്ല മേ, വേറെ ആർക്കും അല്ലല്ലോ, ഗീതയ്ക്കല്ലേ. ആറ്റിക്കളഞ്ഞാലുവേ അളന്ന് കളയണമെന്നാ. ഇതൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറയാം. കിട്ടിയില്ലെങ്കിലേ അത് അച്ഛനങ്ങ് സഹിച്ചോളൂ, അല്ലേ അച്ഛാ? ഞാനൊന്നും പറയുന്നില്ല, എന്നാലും ഇത്രയ്ക്കങ്ങ് വേണ്ടിയിരുന്നില്ല. നിങ്ങളുടെ കാശ് നിങ്ങളുടെ ഇഷ്ടം, അല്ലാതെ ഞാനെന്ത് പറയാനാ? മുത്തശ്ശിക്ക് അതങ്ങോട്ട് തീരെ പിടിച്ച മട്ടില്ല. താൻ എന്തിനോട് എമൗണ്ടൊക്കെ അമ്മ എടുത്ത് പറയാൻ പോയത്? ഇനിയിപ്പോ 3-4 ദിവസത്തേക്ക് അത് മതി അമ്മയ്ക്ക്. ഓ, അമ്മയുടെ പറച്ചിലൊക്കെ അവിടെ നിൽക്കും. ഇതൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ പോണു. നിങ്ങൾ വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അപ്പോ ഗീതാലക്ഷ്മി ബിനാമിയാക്കി നീ തുടങ്ങാൻ പോകുന്ന ബ്യൂട്ടി പാർലർ, അതല്ലേ സത്യം? അതെ, അതാണ് സത്യം. എന്താ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കെന്താ കുഴപ്പം? എങ്ങനെ പോയാലും അമ്മയ്ക്ക് എൻഗേജ്ഡ് ആവാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ, അതൊരു നല്ല കാര്യം ആണല്ലോ. അത് നീ സമ്മതിച്ചേ. അപ്പൊ അതായിരുന്നു ഈ ദുരുദ്ദേശത്തിന് പിന്നിലെന്ന് കൂട്ടിക്കോ. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടാന്നറിയോ ആന്റി അച്ഛനിൽ നിന്ന് ആ ചെക്ക് വാങ്ങാൻ തയ്യാറായത്? അമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ. ഒരുപക്ഷെ മുരളിയങ്കളും അശ്വതി ആന്റി ആയതുകൊണ്ട് മാത്രമാവും അമ്മ ആ സഹായം സ്വീകരിക്കാൻ തയ്യാറായത്. അമ്മ ഇങ്ങനെ ഒരു പാർലർ തുടങ്ങുന്ന കാര്യം വീട്ടിൽ അറിഞ്ഞോ? ആന്റി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിന്ന് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടിയ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അത് തൽക്കാലം അങ്കിളിനോട് പറയണ്ടെന്ന് അച്ഛനും അമ്മയും ആന്റിയോട് പറഞ്ഞിട്ടുണ്ട്.
BP അത് അറിയാതിരിക്കുന്നേ നല്ലത്. ദുരഭിമാനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലല്ലോ ആള്. ഇനി അമ്മ ഇങ്ങനൊരു കാര്യം തുടങ്ങിയതിനോട് തന്നെ BPക്ക് പൊരുത്തപ്പെടാനാവില്ലായിരിക്കും. അങ്കിള് നോ പറയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ആന്റി മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ വിയോജിപ്പുണ്ടെങ്കിൽ കൂടി ആന്റി അതൊന്നും മൈൻഡ് ചെയ്യുന്ന തോന്നില്ല. എന്തിനു BP വിയോജിക്കണം? BPക്ക് ഇപ്പൊ ഏർണിങ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുന്നത് നല്ലതല്ലേ? അതെ, BPയും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഇനിയുള്ള കാലം ഭാര്യ അധ്വാനിച്ചു കൊണ്ടുവരട്ടെ എന്നാവും. എന്തായാലും എല്ലാം നല്ലതായി വരും. അപ്പോ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. നമ്മൾ രണ്ട് ഫാമിലീസും എല്ലാ അകൽച്ചയും മറന്ന് പഴയതുപോലെ ഒന്നാവാൻ പോവാണല്ലോ. എന്താ നിന്റെ മുഖം വല്ലാതായത്? എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അകൽച്ച മാറിയെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ നമ്മളൊന്നും ഇനി പഴയതുപോലെ ആവില്ലല്ലോ മാളു. സ്വന്തം ഫാമിലി എന്നൊരു കമ്മിറ്റ്മെന്റ് ഇപ്പം നിനക്കൂല്ലേ? എന്നുവെച്ച് നമ്മളല്ലതാവില്ലല്ലോ. സത്യം പറയാലോ. അപ്പോ കൺസീവ്ഡ് ആയെന്ന് അറിഞ്ഞപ്പോ മുതല് ഒരമ്മയാകുന്ന ത്രില്ലിലായിരുന്നു ഞാൻ. ഒരു പക്ഷെ ഇങ്ങനൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കില്ലായിരുന്നു. പക്ഷേ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് എന്നെ കരകയറാൻ സഹായിച്ചത് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ. ആ ദിവസങ്ങളിലൊക്കെ നീ അടുത്തുണ്ടായെങ്കിലെന്ന് ഞാൻ വല്ലാതെ കൊതിച്ചുപോയപ്പോ. വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു സമയത്ത് ഞാനും നിന്റെ പ്രസൻസ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു മാളു. ബോധപൂർവം നീ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴാ ഞാൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കിയത്. ഒടുവിൽ അതിൻ്റെ പേരിലും നീ ഒരുപാട് സങ്കടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കും അത് മതിയാക്കണം തോന്നി. പിന്നീട് മനസ്സിനെ നിന്നിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആശ്രമത്തിൽ ഒരു പരിധിവരെ വിജയിച്ചത് ആതിര കാരണോ? ആ കുട്ടി വിളിക്കാറുണ്ടോ അപ്പൂനെ? ഇല്ല, വിളിക്കാനോ കാണാനോ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതെന്തിനാ അപ്പൂ? ആതിരയ്ക്കത് വിഷമാവില്ലേ? ഞാൻ പറഞ്ഞല്ലോ മാളു, കുറച്ചുനാള് എല്ലാവരിൽ നിന്നും വിട്ട് ദൂരെ എവിടെയെങ്കിലും പോകണമെന്നായിരുന്നു മനസ്സിലുറപ്പിച്ചത്. തിരിച്ചെത്തുന്നത് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ ഒരു പൂർണ്ണ പുരുഷനായിരിക്കണം. എന്നിട്ട് മാത്രമേ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞാൻ വരാവൂ എന്നൊരാഗ്രഹം. പക്ഷെ അതൊന്നും നടന്നില്ല. നീയും നന്ദൻ സാറും അതിനു പുറകെ VPയും. ആതിരെ പോലെ നീ മാറ്റി നിർത്തിയിരിക്കുന്ന മറ്റൊരാളും കൂടി ഉണ്ട്, ഗീതാന്റി. ഇനിയും ആന്റി ഇങ്ങനെ ഒഴിവാക്കി നിർത്തണോ? അപ്പോ ഒഴിവാക്കി നിർത്തിയത് ഇഷ്ടക്കേടുകൊണ്ടല്ല മാളു, അമ്മയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാ. എനിക്കറിയാം എനിക്കും VPക്കും ഇടയിൽ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എത്രയാണ്. ഒരിക്കലും ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ VPക്ക് വിട്ടുകൊടുത്തത്. അമ്മ അതിനെതിരൊന്നും പറയാതിരിക്കാനാ ഞാൻ പിണക്കത്തിന്റെ മൂടുപടം എടുത്തണിഞ്ഞത്. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നിനക്കൊരിക്കലും ആന്റിയെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം അപ്പോ. എന്നിട്ട് നീ അതിന് ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആന്റിക്ക് നിന്നെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. ഇപ്പൊ വേണ്ട മാളു, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ. VPയുടെ ട്രാക്ക് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അത് മതി. അതുവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ. നീ എന്നാ ഡോക്ടറെ അടുത്തോട്ട് പോകുന്നേ? ഉടനെ പോണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ടപ്പോ. അതുവരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഡോക്ടറിന്റെ പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പോ, എന്റെ കമ്മിറ്റ്മെന്റ്സ് പോലെ എനിക്ക് വിലപ്പെട്ടതാ നിന്നെയും. അതിനാദ്യം നീ മടങ്ങി വരികയാ വേണ്ടത്. ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് നോ എന്ന് പറയാൻ നിനക്ക് പറ്റില്ലല്ലോ. വാ, നമുക്ക് കുറച്ചേരം നടക്കാം. എത്ര നാളായി നമ്മളിങ്ങനെ കൈകോർത്ത് നടന്നിട്ട്. വാ. ഡെയ്സി ടീച്ചറല്ലേ?
നമ്മുടെ ജോബിൻ ഡോക്ടറുടെ മമ്മി. അതെ, ആ. ക്ഷമിക്കണം, എനിക്ക് ആളെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. അയ്യോ, അതിന് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല ടീച്ചറെ. ഞാൻ ടീച്ചറെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ടീച്ചർ എന്നെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. ടീച്ചർ പള്ളിയിൽ നിന്ന് വരികയായിരിക്കും അല്ലയോ? അതെ. ഞാനും ഉണ്ടായിരുന്നേ. അതെയോ? ആ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനും ടീച്ചറെ പോലെ നല്ല ദൈവഭയമുള്ള കൂട്ടത്തിലാ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ഈ ജീവിതം തന്നെ കർത്താവ് തമ്പുരാന്റെ ദാനം ഇല്ലയോ? അല്ലയോ ടീച്ചറ്? അല്ല, താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇതാ എന്റെ കുഴപ്പം. ആരാ എന്നതാ എന്നൊന്നും നോക്കാതെ മനസ്സിന് ഇഷ്ടമുള്ളവരെ കാണുമ്പോ ചാടിക്കയറി അങ്ങ് സംസാരം തുടങ്ങും. ഞാൻ ഫിലിപ്പോസ്, സ്വദേശം തിരുവല്ല. ഇച്ചിരി കാപ്പിയും കുരുമുളകും പൈനാപ്പിൾ കൃഷിയും ഒക്കെ ഉള്ള ഒരു പാവം പ്ലാന്ററാണേ. തിരുവല്ലയിൽ വന്ന് പൈനാപ്പിൾ ഫിലിപ്പോസിന്റെ വീട് എന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. അത്രയ്ക്ക് തങ്കപ്പെട്ട നാട്ടുകാരാ. മിസ്റ്റർ ഫിലിപ്പോസിന് എന്നെയും മോനെ എങ്ങനെയാ പരിചയം? അത് കൊള്ളാം. കൊള്ളാവുന്ന ഒരു ഡോക്ടർ പയ്യനെയും അയാളുടെ അമ്മച്ചിയും ഒക്കെ നാട്ടിൽ 4 പേര് അറിയയില്ലേ എന്റെ ടീച്ചറെ? ഫിലിപ്പോസ് ജോബിന്റെ പേഷ്യന്റ് ആയിരുന്നോ? അയ്യോ, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ടീച്ചറെ. പക്ഷേ നാട്ടിൽ നിന്ന് കുറച്ച് പേര് നമ്മുടെ ഡോക്ടർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വന്നിരുന്നേ. അവരൊക്കെ ടീച്ചറിന്റെ മോനെ പറ്റി എന്തോ ഒരു അഭിപ്രായം പറയുന്നറിയോ? പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരോട് ഒരു പ്രത്യേക കാര്യമാ ആൾക്കെന്നാ ഞാൻ അറിഞ്ഞത്. അല്ല, അത് പിന്നെ അങ്ങനെ വേണമല്ലോ. എന്റെ മോൻ അങ്ങനെ ജാതിയും മതവും നോക്കിയല്ല ആളുകളെ ചികിത്സിക്കുന്നത്. അവന്റെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെയൊക്കെ അവൻ ഒരേപോലെയാ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല, അതും അങ്ങനെ തന്നെ വേണമല്ലോ. രോഗികളാവുമ്പോ പിന്നെ ജാതിയും മതവും നോക്കിയിരിക്കാൻ പറ്റുമോ? എന്തായാലും ഫിലിപ്പോസിനെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. നമുക്ക് അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ഇവിടെ നിന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. എന്നാ പറയൂ. അങ്ങ് തിരുവല്ലയിന്ന് വണ്ടിയിൽ എണ്ണയടിച്ച് ഞാൻ ഇത്ര ദൂരം ഓടിപ്പാഞ്ഞ് വന്നത് എന്തിനാന്ന് ടീച്ചർക്ക് അറിയാവോ? അതെനിക്കെങ്ങനെ അറിയാനാ? ഫിലിപ്പോസ് പറഞ്ഞതുമില്ലല്ലോ. ടീച്ചറോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോ ഞാനിതങ്ങ് മറന്നുപോയെന്നേ. എന്നാ കൂടി ഞാൻ മറവിയാ എന്റെ കർത്താവേ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് പിന്നെ ടീച്ചറുടെ മരുമോള് കൊച്ചുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാ. മാളവികയുമായി ബന്ധപ്പെട്ട കാര്യോ? അതേന്നെ, മരുമോളുമായി ബന്ധമുള്ള ഒരു കാര്യമാകുമ്പോ അതിൽ മോനും ടീച്ചറിന്റെ മരുമോളുടെ വീട്ടുകാരും എല്ലാരും പെടുമല്ലോ. നിങ്ങൾ കാര്യം എന്താണെന്ന് തെളിച്ചു പറയണം. എന്റെ ടീച്ചറെ, ടീച്ചറിന്റെ മോനെ പ്രേമിക്കുന്നതിന് മുമ്പ് ആ പെൺകൊച്ച് കോളേജിലുണ്ടായിരുന്ന ഒരു കുരുത്തം കെട്ട ചെക്കനുമായിട്ട് സ്നേഹത്തിലായിരുന്നല്ലോ, ഒരു അരുൺ ഭാസ്കർ. കഷ്ടകാലത്തിന് ആ തലതെറിച്ചവന്റെ കൂട്ടുകാരനായി പോയി എന്റെ മകൻ സാംകുട്ടി. എനിക്ക് അവൻ ഒരുത്തനേ മോനായിട്ടുള്ളൂ. അവന്റെ മൂത്തത് ഇളയതുമായിട്ട് 2 പെങ്കൊച്ചുങ്ങളാ. മൂത്തതിനെ കെട്ടിച്ചു. ഇളയതിനെ കൊള്ളാവുന്ന 2-3 കുടുംബത്തിൽ നിന്ന് ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. കർത്താവ് തമ്പുരാൻ കടാക്ഷിക്കുകയാണെങ്കിൽ വലിയ പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് അവളുടെ കെട്ട് നടത്തണമെന്നുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ? അതിനിടയ്ക്കല്ലയോ ഈ പൊട്ടൻ ചെറുക്കൻ ആ തലതെറിച്ചവന്റെ കൂട്ടുകെട്ടി ചേർന്ന് ആ കേസിൽ പെട്ടത്. ഒരു പെണ്ണ് കേസ് ആങ്ങളപ്പയ്യന്റെ തലയ്ക്ക് മീതെ വാളുപോലെ ഇങ്ങനെ ഞാന്ന് കിടക്കുമ്പോ പെങ്ങള് കൊച്ചിന്റെ കെട്ട് നടക്കുവോ? അതുകൊണ്ട് ഈ കുരുക്കിൽ നിന്ന് തലയൂരാൻ കാലം എന്താ പട്ടിയെ പോലെ ഞാനിങ്ങനെ തെക്ക് വടക്ക് ഓടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഓ, ഫിലിപ്പോസിന്റെ വരവിന്റെ ഉദ്ദേശം ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. കർത്താവിന് സ്തുതി. ടീച്ചറിന് സംഗതി എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ കൂടുതൽ വളവളാന്ന് പറഞ്ഞ് വഷളാക്കുന്നില്ല. ടീച്ചർ മോനോട് പറഞ്ഞ് ആ പെങ്കൊച്ചിനെ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം. അയാളും കൂടെ കേസിൽ ഇപ്പൊ കക്ഷി ചേർന്നിരിക്കുകയല്ലയോ. സാക്ഷി പട്ടികയിൽ നിന്ന് അയാളെ ഒഴിവാക്കി കിട്ടിയാൽ ചെക്കനെ പുല്ലുപോലെ ഊരിത്തരാമെന്ന നമ്മുടെ വക്കീൽ ഏറ്റിരിക്കുന്നത്. ഞാൻ ഈ കാര്യം ആ കൊച്ചിന്റെ അച്ഛനെ കണ്ട് നേരിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ അങ്ങേര് അമ്പിനും വില്ലിനും അടുക്കാത്തൊരു നിലപാടില്ല. എന്ന് വെച്ച് നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? ആവശ്യം നമ്മുടേതായി പോയല്ലോ. അയാളെ മെരുക്കാൻ എന്താ വഴിയെന്ന് ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചപ്പോഴാ ദൈവം തമ്പുരാനായിട്ട് ഇങ്ങനൊരു വഴി മുമ്പിൽ കാണിച്ചു തന്നു. ടീച്ചർ പറഞ്ഞ മോൻ കേൾക്കും, മോൻ പറഞ്ഞ മരുമോൾ അനുസരിക്കും, ആ മോള് പോയി പറഞ്ഞ മോളുടെ അച്ഛൻ കേസിൽ നിന്ന് പിന്മാറും. സംഗതി സിമ്പിൾ, അത്രേ ഉള്ളൂ.
കർത്താവിനെ കരുതി ടീച്ചർ എനിക്ക് ഈ ഉപകാരം ചെയ്തു തന്നേ പറ്റൂ. ഒന്നുമല്ലേലും നമ്മളൊക്കെ സത്യക്രിസ്ത്യാനികളല്ലേ ടീച്ചറെ? അതെയോ? എന്നിട്ട് സത്യക്രിസ്ത്യാനികൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണല്ലോ ഫിലിപ്പോസിന്റെ മോനും കൂട്ടുകാരനും കൂടി ഒരു പാവം പെൺകുട്ടിയോടും മുരളിയോടും ചെയ്തത്. അതിന് പിഴ കൊടുക്കാതെ പറ്റില്ലല്ലോ. എന്റെ ടീച്ചറെ, ഒരു കയ്യബദ്ധം. അവനിപ്പോ അതിൽ നല്ല മനസ്താപമുണ്ട്. ചെയ്തു പോയ പാപത്തെപ്പറ്റി പശ്ചാത്തപിച്ചാൽ പ്രായച്ചിത്തമാവുമെന്നാണല്ലോ വേദപുസ്തകം പറയുന്നത്. ചെറുക്കനിപ്പോ ഏതു നേരവും കുർബാനയും കുമ്പസാരവുമായിട്ട് നടക്കുവാന്നേ. അത് പോരെങ്കില് പ്രായച്ചിത്തമായിട്ട് ടീച്ചർ പറയുന്ന എന്തും ഞാനും എന്റെ മോനും ചെയ്യാം. എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് അവന്റെ തല ഊരിത്തരാൻ മനസ്സുണ്ടാവണം. അത് ബുദ്ധിമുട്ടാണല്ലോ ഫിലിപ്പോസേ. ഒന്നാമത്, ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടാറില്ല. പിന്നെ ഇത്രയും ക്രൂരത കാണിച്ചവർക്ക് ഈ നാട്ടിലെ നിയമം നൽകുന്ന ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്റെ അടുത്ത് നിന്ന് ഫിലിപ്പോസ് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അതൊരുമാതിരി വിടക്ക് വർത്തമാനമായി പോയല്ലോ ടീച്ചറെ. പിള്ളേര് ചെയ്ത വിവരക്കേട് നമ്മൾ വലിയവരായിട്ട് കൂടി ആവർത്തിക്കണോ? എന്നുവെച്ചാ ഫിലിപ്പോസ് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല ടീച്ചറെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാല് എന്റെ ചെറുക്കനെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. അത് ഞാൻ നമ്മുടെ പെങ്കൊച്ചിന്റെ തന്തയോടും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ അതിനു വേണ്ടി കൊന്നിട്ടാണെങ്കിലും ചത്തിട്ടാണെങ്കിലും ഫിലിപ്പോസ് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുക. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് സഹായിച്ചില്ലേ ഫിലിപ്പോസ് മര്യാദയുടെ ഭാഷ അങ്ങ് വിടും. എന്റെ ചെറുക്കന് ഇതിന്റെ പേരിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ മോക്ക് ആജീവനാന്തം വിധവാ പെൻഷൻ പറ്റി ജീവിക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ നഷ്ടം ടീച്ചറമ്മയ്ക്കാ. കെട്ടിയോന്റെ കുഴിമാടത്തിൽ മണ്ണ് നുള്ളി ഇട്ടതുപോലെ ഇനി മോന്റെ കുഴിമാടത്തിൽ മണ്ണ് നുള്ളി ഇടേണ്ടി വന്നാൽ ടീച്ചറുടെ കാര്യം കഷ്ടമാവില്ലേ? അതുകൊണ്ട് ആലോചിക്ക്, നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കാണാം. പോട്ടെ ടീച്ചറെ. ടീച്ചറേയും മോനെയും കർത്താവ് രക്ഷിക്കട്ടെ. നന്നായി ഗീത, താൻ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് തുടങ്ങേണ്ടത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും വേണ്ടത് തന്നെയാ. സാമ്പത്തികമായി ഒരു മെച്ചമുണ്ടാകുമെന്നത് മാത്രമല്ല അതുകൊണ്ടുള്ള നേട്ടം. വീട്ടിലെ ഈ പുകച്ചിൽ നിന്നും ബോധപൂർവമെങ്കിലും ഒന്ന് വിട്ടു നിൽക്കാമല്ലോ. അതേക്കുറിച്ച് ഞാൻ ആലോചിക്കാതിരുന്നില്ല അമ്പിമാമ. VP ഞാനും മാത്രമുള്ള ആ വീടിപ്പോ അമ്പിമാമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീക്കുണ്ടമാണ്. തമ്മി സംസാരിച്ച അറിഞ്ഞോ അറിയാതെയോ ഒരു കുറ്റപ്പെടുത്തലിലോ കുറച്ച് കാണിക്കലിലേക്കോ ആണ് കൊണ്ടുപോകുന്നത്. പിന്നെ അകാരണമായ ഒരു ഭയവും. പാർലറും സെറ്റായാൽ ദിവസത്തിന്റെ അധിക ഭാഗവും അവിടെ കൂടാമല്ലോ. ആ, അതാ ഞാനും പറഞ്ഞത്. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാ മനുഷ്യനിലെ സിനിക്കും പെസിമിസ്റ്റും ഒക്കെ ഉണരുന്നത്. നിരന്തരം എൻഗേജഡ് ആണെങ്കിൽ പിന്നെ അത്തരം തലവേദനകൾ നമ്മളെ ബാധിക്കില്ല. അതുമാത്രമല്ല, നീ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ താൻ വെറുതെ ഇരുന്ന ശരിയാവില്ല എന്നൊരു ചിന്ത VPക്കും ഉണ്ടാവും. അയാളും ക്ലാസ്സിന് പോകാൻ തുടങ്ങും. വീട് വീണ്ടും പഴയതുപോലെ സ്മൂത്ത് ആവുകയും ചെയ്യും. മുരളി സഹായിച്ച കാശ് എത്രയും പെട്ടെന്ന് വീട്ടണം. അതേ ഉള്ളൊരു ബാധ്യത. ആ, അതൊക്കെ സാവകാശമുള്ള കാര്യമാണല്ലോ. ആദ്യം നീ ഒന്ന് സെറ്റിൽ ആവാണ് വേണ്ടത്. കടം വിടുന്നതൊക്കെ അത് കഴിഞ്ഞു ആവാമല്ലോ. ആ, അവർക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ തോന്നിയല്ലോ, അത് തന്നെ നല്ല കാര്യം. അല്ല, VPയോട് നീ ഇതേപ്പറ്റി സൂചിപ്പിച്ചോ? ഇങ്ങനെ ഒരു പാർലർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മുരളി കാശെന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം അത് അയാളോട് പറയാതിരിക്കുന്നതാ നല്ലത്. തന്നോട് ആലോചിക്കാതെ മുരളിയും അശ്വതിയും അങ്ങനൊരു തീരുമാനം എടുത്തതിൽ ചിലപ്പോ VPക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എല്ലാം ഒന്ന് ലെവലായ ശേഷം പറഞ്ഞാ മതി. ആ, എന്തായാലും ഇതറിയുമ്പോ അപ്പുന് സന്തോഷമാവും. അപ്പുനിപ്പോ സഹായത്തിന് ആരാ ഉള്ളത് അമ്പിമാമ?